പുനർനിർമ്മിക്കപ്പെട്ട കാളാത്ത് സെന്റ് പോൾസ് ദേവാലയത്തിന്റെ ആശീർവാദവും പൊന്തിഫിക്കൽ ദിവ്യബലിയും ജനുവരി 14 വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചകഴിഞ്ഞ് 3 നടക്കുന്ന ചടങ്ങുകൾക്ക് ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ സ്റ്റീഫൻ അത്തിപ്പുഴയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയിംസ് ആനാപ്പറമ്പിൽ വചന സന്ദേശം നൽകും. തുടർന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠയും കൊടിമര വെഞ്ചരിപ്പ് നടക്കും. രാത്രി 7 മുതൽ നൃത്ത ദൃശ്യ സംഗീത വിരുന്നായ ബഥേൽ 2016 അരങ്ങേറും. സെയിന്റ് പോൾസ് ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരുനാളാണ് വിശുദ്ധ പൗലോസ്ലീഹായുടേത്. പൗലോസ്ലീഹായെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ്ലീഹ വിജാതീയരുടെ അപ്പോസ്തലൻ എന്ന നിലയിൽ നിലകൊള്ളുന്നു. എല്ലാവരെയും ദൈവത്തിൻ്റെ കൃപ അറിയിക്കുക എന്നതാണ് പൗലോസ്ലീഹായുടെ ഉദ്ദേശ്യം. കാളാത്ത് സെയിന്റ് പോൾസ് ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ വലിയൊരു അത്ഭുതം നടന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പത്രസമ്മേളനം തന്നെ വിളിച്ചു കൂട്ടിയത് ഈ ഒരു അത്ഭുതം മറ്റുള്ളവരിലേക്ക് അറിയിക്കുക എന്ന് മാത്രമാണ്. ഏതാനും ചില ക്രൈസ്തവ വിഭാഗങ്ങൾ, ക്രൈസ്തവ കൂട്ടായ്മ അവിടെയുണ്ട്. ഒരു ചെറിയ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഞങ്ങളൊരു വലിയ പദ്ധതി ആസൂത്രണം ചെയ്തു. ഉള്ളതൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളൊരു ദേവാലയം പുനർനിർമ്മിച്ചു. ഞങ്ങൾക്ക് തന്നെ അത്ഭുതകരമായ രീതിയിൽ ദൈവമുണ്ട് എന്ന് ബോധ്യമാകുന്ന രീതിയിൽ ഈ ദേവാലയം പുനർനിർമ്മിക്കാൻ പറ്റി. ഇത് ഞങ്ങൾ അറിയിക്കുകയാണ് ഈ പത്രസമ്മേളനത്തിലൂടെ. പള്ളി വികാരി ക്ലിഫ്ലൻഡ് ഫെർണാണ്ടസ്, ലൂയിസ് വെളുത്തേടത്ത്, മാത്യു തോമസ് കൊട്ടാരത്തിൽ, ജോൺസൺ നെറോണ, ജിബിൻ ജോർജ് പുന്നശ്ശേരിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആശീർവാദ ചടങ്ങുകളുടെ തത്സമയ സംപ്രേഷണം ആലപ്പി ന്യൂസ് ടിവിയിൽ ഉണ്ടായിരിക്കും.